കാഹളം കാതുകളിൽ കേട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി യേശുതനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശുതനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി കാഹളം കാതുകളിൽ കേട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 48 സങ്കീർത്തനം 13 വാക്യം. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്ന് നോക്കുവീൻ. ദൈവത്തിൻ്റെ നഗരമായ സിയോനെ ശ്രദ്ധിച്ച് കാണുവാനും അതിൻ്റെ മഹത്വം അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കുവാനും ദൈവം നമ്മെ വിളിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, രക്ഷ എന്നിവ നാം മറക്കരുത്. ഓരോ അനുഭവവും ദൈവത്തിൻ്റെ കരുതലിൻ്റെ അടയാളപ്പെടുത്തലാണ്. അവയെക്കുറിച്ച് നാം ശ്രദ്ധയോടെ ഓർക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമാകും. കോട്ടമതിൽ ഒരു നഗരത്തിൻ്റെ സുരക്ഷയാണ്. അതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവവചനം, പ്രാർത്ഥന, വിശ്വാസം എന്നിവയാണ് നമ്മുടെ സംരക്ഷണ കവചം. നാം അവയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ജീവിതത്തിലെ പരീക്ഷകൾ നമ്മെ തകർക്കുകയില്ല. ഇന്നത്തെ വചനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നമ്മൾ അനുഭവിച്ച മഹത്വം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മാത്രം സൂക്ഷിക്കാനുള്ളതല്ല, മക്കൾക്കും അവരുടെ മക്കൾക്കും ദൈവത്തിൻ്റെ വിശ്വാസീയതയെ പറഞ്ഞ് കൊടുക്കേണ്ടതാണ്. അതുമൂലം വരും തലമുറ ദൈവത്തെ അറിയുകയും സാക്ഷി ജീവിതത്തിൻ്റെ ഉടമകളായി തീരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികളെ നമുക്കൊന്ന് ഓർക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. ആ സാക്ഷ്യം അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അടുത്ത തലമുറയ്ക്ക് സാക്ഷ്യമായി തീരുവാനിടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.